പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.2-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എ -2,2 ആൻഡ് ബി 2,8 ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. അപ്പം ലൈൻ സെഗ്മെൻറ്റ് എ ബിയെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റുകളുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് എ ബി. എ ഈസ് -2,2 ആൻഡ് ബി ഈസ് 2,8. ഈ ലൈൻ സെഗ്മെൻറ്റിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പോയിന്റിനെ ഞാൻ ഡി എന്നെടുക്കുന്നു, ഇതിനെ ഇ എന്നെടുക്കുന്നു, ഇതിനെ എഫ് എന്നെടുക്കുന്നു. അപ്പോൾ ഇവിടെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഈ ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എ ഡി, ഡി ഇ, ഇ എഫ്, എഫ് ബി 1 2 3 4 4 ഈക്വൽ പാർട്സ് ഇവിടെ കിട്ടി. ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ ഡി ഈസ് ഈക്വൽ ടു ഡി ഇ ഈസ് ഈക്വൽ ടു ഇ എഫ് ഈസ് ഈക്വൽ ടു എഫ് ബി. 4 പാർട്ടുകൾക്കും ഈക്വൽ ലെങ്ത് ആയിരിക്കും. അപ്പം 4 ഈക്വൽ പാർട്സ് ആയിട്ടായതുകൊണ്ട് ഇവിടെ എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് ഇ എന്ന് പറയാം അല്ലേ? എന്തുകൊണ്ടാണ്? 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എ തൊട്ട് ഇ വരെ 2 പാർട്സ് ഉണ്ട്, ഇ തൊട്ട് ബി വരെയും എന്തുണ്ട്? 2 പാർട്സ് ഉണ്ട്. അപ്പോൾ എ ബിയുടെ എന്താണ്? എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് ഇ. അപ്പോൾ ഒരു ലൈനിനെ മിഡ് പോയിന്റിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെക്ഷൻ ഫോർമുല എന്താണ്? x1 + x2/2 y1 + y2/2. അപ്പോൾ അങ്ങനെ മിഡ് പോയിന്റ് വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെക്ഷൻ ഫോർമുല ഇച്ചിരി ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. ലെറ്റ് പോയിന്റ്സ് ഡി ഇ ആൻഡ് എഫ് ഡിവൈഡ് എ ബി into 4 equal parts such that നമുക്ക് എന്ത് പറയാം? എ ഡി ഈസ് ഈക്വൽ ടു ഡി ഇ ഈസ് ഈക്വൽ ടു ഇ എഫ് ഈസ് ഈക്വൽ ടു എഫ് ബി. ഇനി നമ്മൾ ഈ ഫിഗറിനകത്തുനിന്ന് ഈ എ ബിയുടെ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കുന്നു. ഇ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി. ദെയർഫോർ കോർഡിനേറ്റ് ഓഫ് എന്താണ്? കോർഡിനേറ്റ് ഓഫ് ഇ. ഇയുടെ കോർഡിനേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. കോർഡിനേറ്റ് ഓഫ് കോർഡിനേറ്റ്സ് എന്നുണ്ട്. കോർഡിനേറ്റ്സ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു എന്താണ്? മിഡ് പോയിന്റ് ആയതുകൊണ്ട് സെക്ഷൻ ഫോർമുല എന്താണ്? x1 + x2/2 ആൻഡ് y1 + y2/2 ഇസ് ഈക്വൽ ടു x1 ഇവിടെ എന്താണ്? x1 ഈസ് -2, y1 ഈസ് 2, x2 ഈസ് 2, y2 ഈസ് 8. ഇത് നിങ്ങൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x1 ഈസ് -2 പ്ലസ് x2 ഈസ് +2/2, y1 ഈസ് 2 ആൻഡ് y2 ഈസ് 8/2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? -2 + 2 ഈസ് 0. 0/2 ഈസ് 0 തന്നെ വരും. 8 + 2 10, 10/2 ഈസ് 5. അപ്പോൾ നമ്മുടെ ഡിയുടെ കോർഡിനേറ്റ് നമുക്ക് കിട്ടി 0,5. അപ്പോൾ നമുക്ക് ഇയുടെ കോർഡിനേറ്റ് നമുക്ക് കിട്ടി. ഇ എന്താ കിട്ടിയത്? 0,5 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡി കണ്ടുപിടിക്കണം. അപ്പോൾ ഡി കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? എ ഇ എടുത്തിട്ട് എ ഇയുടെ മിഡ് പോയിന്റ് ആണ് ഡി. അങ്ങനെ വെച്ച് ചെയ്താൽ നമുക്ക് ഈ ഫോർമുല തന്നെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? എ ഇയുടെ മിഡ് പോയിന്റ് ആണ് ഡി. അപ്പോൾ എന്തെഴുതാം? ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഇ. ദെയർഫോർ കോർഡിനേറ്റ്സ് ഓഫ് എന്താണ്? ഡി. ഡി ആണ് മിഡ് പോയിന്റ്. സോ കോർഡിനേറ്റ് ഓഫ് ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇനി ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല, ഈ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ x1 ഈസ് -2, y1 ഈസ് 2. ഇനി ഇവിടെ നമ്മൾ അടുത്ത പോയിന്റ് ഇ ആണ് എടുക്കുന്നത്. അപ്പോൾ x2 ഈസ് 0 ആൻഡ് y2 ഈസ് 5 അങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ എന്ത് വരും? x1 ഈസ് -2, x2 ഈസ് 0. അപ്പോൾ -2 + 0/2. അടുത്തത് y1 ഈസ് 2 ആൻഡ് y2 ഈസ് 5/2 ഇസ് ഈക്വൽ ടു ഇതെന്ത് വരും? -2/2
എന്ത് വരും? -1. ഇത് 7/2 എന്നും കിട്ടും. അപ്പോൾ നമ്മുടെ ഡിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. എന്തൊക്കെയാണ്? -1ഉം 7/2. ഇനി അടുത്തത് നമ്മൾ എഫിൻ്റെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ എടുക്കാം? ഇയും ബിയും എടുക്കാം. ബിയുടെ മിഡ് പോയിൻ്റ് ആണ് എഫ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എന്തെഴുതാം? എഫ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് EB. F is the midpoint of EB. Therefore, coordinates of എന്താണ്? F is equal to, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പം ഇനി 0 is x1 and 5 is y1. ഇത് x2, ഇത് y2. അപ്പോൾ x1 എന്താ വരുന്നത്? ഇയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ആണ് എടുക്കുക കേട്ടോ. അപ്പോൾ 0 + 2/2. അടുത്തത് y1 + y2. അപ്പോൾ 5 + 8/2 is equal to 2/2 is 1. 8 + 5 is 13. 13/2. അപ്പോൾ നമുക്ക് 4 എണ്ണത്തിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. എയുടേതും ബിയുടേതും ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ഡി, ഇ, എഫ് 3ഉം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? ഹെൻസ് the required points are എന്തൊക്കെയാണ്? -1, 7/2. അടുത്തത് 0,5 and 1, 13/2. 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പോയിന്റുകളാണ് വരിക. അതിൻ്റെ 3ൻ്റെയും കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. വളരെ സിമ്പിളാണ്. ഇങ്ങനെ മിഡ് പോയിന്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ വളരെ സിമ്പിളായിട്ട് എഴുതി ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 9 കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.